CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലയിൽ പാലക്കാട് മലമ്പുഴ മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷയുമായി BJP. പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള നിയോജക മണ്ഡലം അവലോകന യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശന്റെ നേതൃത്വത്തിൽ നടന്നു. കുലുക്കല്ലൂരിൽ ട്രെയിൻ തട്ടി അധ്യാപിക മരിച്ചു. നെല്ലായ സ്വദേശിനി പുത്തൻവീട്ടിൽ ഉഷയാണ് മരിച്ചത്. മകൾ പ്രാർത്ഥന പരിക്കുകളോടെ ചികിത്സയിലാണ്. ക്ഷേത്രത്തിലെ വെള്ളി നിലവിളക്ക് മോഷ്ടിച്ച സംഭവത്തിൽ ശാന്തിക്കാരൻ അറസ്റ്റിൽ. നിലമ്പൂർ ചുങ്കത്തറ അണ്ടിക്കുന്ന് സ്വദേശി ആത്തൂർ വീട്ടിൽ അതുൽ കൃഷ്ണനാണ് അറസ്റ്റിലായത്. അങ്ങാടിപ്പുറം കീഴാറ്റൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന കൊടിയാൽക്കുന്നിൽ ജനവാസ മേഖലയിൽ കോരി തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ സമരത്തിലേക്ക്. നിയമപോരാട്ടങ്ങൾക്കും നിവേദനങ്ങൾക്കും ഫലമില്ലാതെ വന്നതോടെയാണ് സമരത്തിനിറങ്ങുന്നതെന്ന് സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. കുലുക്കല്ലൂരിൽ ട്രെയിൻ തട്ടി അധ്യാപിക മരിച്ചു. നെല്ലായ സ്വദേശിനി പുത്തൻവീട്ടിൽ ഉഷയാണ് മരിച്ചത്. മകൾ പ്രാർത്ഥന പരിക്കുകളോടെ ചികിത്സയിലാണ്. കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് പ്ലാറ്റ്ഫോമിലേക്ക് പോകാനായി റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുകയായിരുന്നു അമ്മയും മകളും. കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ആണ് ഇടിച്ചത്. നെല്ലായ സ്വദേശിനി പുത്തൻ വീട്ടിൽ 54 വയസ്സുള്ള ഉഷയാണ് മരിച്ചത്. മകൾ 29-കാരി പ്രാർത്ഥന ചികിത്സയിലാണ്. ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നെങ്കിലും തലയ്ക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയ ഉഷ മരിച്ചു. പൊട്ടച്ചിറ ശബരി സ്കൂളിലെ അധ്യാപികയാണ് മരിച്ച ഉഷ. പുത്തൻ വീട്ടിൽ രാംപ്രസാദിന്റെ ഭാര്യയാണ്. CCN ചെറുപ്പുളശ്ശേരി. അങ്ങാടിപ്പുറം കീഴാറ്റൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന കൊടിയാൽക്കുന്നിൽ ജനവാസ മേഖലയിൽ കോരി തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ സമരത്തിലേക്ക്. നിയമപോരാട്ടങ്ങൾക്കും നിവേദനങ്ങൾക്കും ഫലമില്ലാതെ വന്നതോടെയാണ് സമരത്തിനിറങ്ങുന്നതെന്ന് സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ആ സ്ഥലത്ത് ഒരു കോറി ക്രഷർ യൂണിറ്റ് വരാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് നിരന്തരം സമരത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകളാണ് മലമ്പൂരും മുള്ളിയാവർശിയും പ്രദേശത്തുള്ളത്. പ്രത്യേകിച്ച് അവിടുത്തെ ചുറ്റുപാടുള്ള ആളുകളുടെ കുടിവെള്ളം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പിന്നെ ഈ കോറി നിർദ്ദിഷ്ട കോറിയുടെ ഏകദേശം ഒരു 75 മീറ്റർ മാറിയിട്ട് പൂക്കളം മലമ്പൂർ പബ്ലിക് റോഡ്, ഒരു നിരവധി പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയും നിരവധി കുടിവെള്ള ടാങ്കുകൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതേപോലെ ഒരു 200 മീറ്റർ കിഴക്ക് മാറിയിട്ട് നിലമ്പൂർ ഷൊർണൂർ റെയിൽപാത, ഇങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ ബുദ്ധിമുട്ട് വരും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഈ നാട്ടുകാർ ഇങ്ങനെ ഒരു സമര പരിപാടിയായിട്ട് മുന്നോട്ട് നീങ്ങിയത്. നിർദ്ദിഷ്ട കോറിയുടെ 75 മീറ്ററിനുള്ളിൽ പൂപ്പലം വലമ്പൂർ പബ്ലിക് റോഡും 150 മീറ്ററിനുള്ളിൽ വീടുകളും സ്ഥിതി ചെയ്യുന്നു. ഇതിനു പുറമെ 200 മീറ്റർ മാത്രം അകലെയാണ് ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാത. 8ഓളം ജലസംഭരണികൾ, 8 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയും ഈ പരിധിയിലുണ്ട്. ഇവയൊന്നും പരിഗണിക്കാതെയാണ് റവന്യൂ, ജിയോളജി വകുപ്പുകൾ കോറിക്ക് അനുമതി നൽകിയിരിക്കുന്നത് എന്ന് സംരക്ഷണ സമിതി ആരോപിക്കുന്നു. നിയമ നടപടികളുമായിട്ട് അവരുടെ അപേക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി നമ്മൾ നാട്ടുകാർ അതിനെതിരായിട്ട് പരാതികൾ സമർപ്പിക്കാവുന്ന മേഖലകളൊക്കെ സമീപിച്ചു. പക്ഷെ അവസാനം ഇപ്പം കോടിക്ക് ലൈസൻസ് കിട്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നേരിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇനിയിപ്പം പിന്നെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരെ നിലനിൽപ്പ് ഈ നിർദ്ദിഷ്ട കോറി പ്രദേശത്തിൻ്റെ 150 മീറ്ററിനുള്ളിൽ ആളുകൾ താമസിക്കുന്ന വീടുകളുണ്ട്. ഈ പാറപ്പുറത്ത് നിന്ന് പിന്നെ കുടിവെള്ളത്തിനെ ആശ്രയിക്കുന്ന അനവധി കുടുംബങ്ങളുണ്ട്. തൊട്ടടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇതിനൊക്കെ ഭീഷണിയായിക്കൊണ്ടാണ് ഇപ്പോൾ ഇത് പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരുടെ സംരക്ഷണം നിയമം മൂലം സംരക്ഷിക്കപ്പെടാൻ കഴിയില്ല എന്നുള്ള ബോധ്യമായതുകൊണ്ട് ഇനിയിപ്പം നാട്ടുകാർ തന്നെ സ്വയം സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു സമരമാർഗമാണ് ഇനി അവലംബിക്കാൻ പോണത്. അതുകൊണ്ട് ഈ പ്രദേശത്ത് കോറി പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർ ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക, അത് തടസ്സപ്പെടുത്തുക, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്
ജനങ്ങളുടെ പരാതികൾ മുഖവിലിക്കെടുക്കാതെ അധികാരികൾ കോറിക്ക് അനുകൂലമായ റിപ്പോർട്ടുകൾ നൽകിയ സാഹചര്യത്തിൽ സ്വന്തം ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ജനകീയ പ്രതിരോധം തീർക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ വിപുലമായ ജനകീയ കൺവെൻഷനുകളും മാർച്ചുകളും സംഘടിപ്പിക്കുമെന്ന് കൊടിയാൽക്കുന്ന് സംരക്ഷണ സമിതി അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. മാരായമംഗലം വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. യജ്ഞത്തിന്റെ ഉദ്ഘാടനം തിരുവേഗപ്പുറ ദേവസ്വം ചെയർമാനും ട്രസ്റ്റി ബോർഡ് അംഗവുമായ ഡോക്ടർ NN ദേവൻ നമ്പൂതിരി നിർവഹിച്ചു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ക്ഷേത്രം തന്ത്രി ആമയൂർ മന വലിയ നാരായണൻ ഭട്ടതിരിപ്പാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തോട്ടം നാരായണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. മങ്ങത്തായ പ്രശാന്ത് നമ്പൂതിരി, രാമദാസ് അയ്യർ എന്നിവർ സഹാചാര്യന്മാരാണ്. ചടങ്ങിൽ വെള്ളിനേഴി നാരായണൻ, MK വിശ്വനാഥൻ, ഡോക്ടർ K അജിത്, MP മാധവൻ, A വേണുഗോപാലൻ, AK സുധീർ കുമാർ എന്നിവർ സംബന്ധിച്ചു. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം യജ്ഞാചാര്യൻ ഭാഗവത മഹാത്മ്യ പാരായണവും പ്രഭാഷണവും നടത്തി. നിത്യേന രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6:30 വരെയാണ് യജ്ഞം നടക്കുകയെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. CCN ചെർപ്പുളശ്ശേരി. മേടച്ചൂടിനെ അവഗണിച്ച് ഒഴുകിയെത്തിയ പൂരപ്രേമികളുടെ ബാഹുല്യത്തിൽ പുലാച്ചിത്ര മനശ്ശേരി കിള്ളിക്കാവുകളിൽ പൂരാഘോഷം നടന്നു. വൈകുന്നേരം 5 മണി മുതൽ വിവിധ വേലക്കമ്മിറ്റികൾ ആഘോഷങ്ങൾക്ക് കരുത്തേകി കാവിലെത്തി. ആറന്കുളം, കുന്നുംപുറം, സെൻട്രൽ വേല, തെക്കുമുറി, നവധാര, മുണ്ടറോട്ടുകുളം, അമ്പലക്കുളം എന്നീ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇണക്കാളകൾ, വണ്ടിവേഷങ്ങൾ, തമ്പോലമേളം, ശിങ്കാരിമേളം എന്നിവയടങ്ങിയ ഘോഷയാത്രകൾ അണിനിരന്നു. വരിക്കാശ്ശേരി മനയുടെ മുന്നിലെ പാടത്ത് 14 ഗജവീരന്മാർ അണിനിരന്നതോടെ പൂരാഘോഷത്തിന്റെ ഏറ്റവും ആകർഷകമായ കൂട്ടിയെഴുന്നള്ളിപ്പിന് തുടക്കമായി. തുടർന്ന് മേളത്തിന്റെ അകമ്പടിയോടെ കാവിലെത്തി നടന്ന എഴുന്നള്ളിപ്പ് കാണികൾക്ക് നയനമനോഹരമായ കാഴ്ചയായി. വാണിയംകുളം പുലാച്ചിത്ര കിള്ളിക്കാവിലും വിപുലമായ രീതിയിലാണ് പൂരാഘോഷങ്ങൾ നടന്നത്. രാവിലെ പൂതന്തിറ കളിയിലൂടെ തുടങ്ങിയ ആഘോഷങ്ങളിൽ പഞ്ചാരിമേളവും ഉച്ചയ്ക്ക് നടന്ന കേളിപ്പറ്റും വാദ്യപ്രേമികളെ ആവേശത്തിലാഴ്ത്തി. വൈകുന്നേരത്തോടെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വേലകൾ ഊഴമനുസരിച്ച് കാവിലെത്തി ദേവിയെ വണങ്ങി.
CCN ചെർപ്പുളശ്ശേരി. സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നു. കേരളത്തിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. പാലക്കാടും കൊല്ലത്തും 39.8 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പാലക്കാട് 2 പേർക്കും കൊല്ലത്ത് ബൈക്കിൽ സഞ്ചരിച്ച യുവാവിനും സൂര്യതാപമേറ്റു. വൈദ്യുതി ഉപയോഗവും ഉയർന്നു തന്നെ തുടരുകയാണ്. സംസ്ഥാനത്തുടനീളം കനത്ത ചൂട് ശമനമില്ലാതെ തുടരുകയാണ്. പാലക്കാട് 2 പേർക്ക് സൂര്യതാപമേറ്റു. ലക്കിടിയിൽ ഓട്ടോ ഡ്രൈവർ ജയന് പൊള്ളലേറ്റു. കഴുത്തിൽ ഉൾപ്പെടെ 3 പൊള്ളലേറ്റത്. ഒറ്റപ്പാലം സ്വദേശി ജയശ്രീക്കും സൂര്യതാപമേറ്റു. പാലക്കാടും കൊല്ലത്തും 39.8 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. വയനാടും ഇടുക്കിയും ഒഴികെ 12 ജില്ലകളിലും യെല്ലോ അലർട്ട് നിലവിലുണ്ട്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗത്തിലും നേരിയ കുറവ് മാത്രം. റെക്കോർഡിന് തൊട്ടടുത്തു തന്നെ തുടരുകയാണ് വൈദ്യുതി ഉപയോഗം. ശനിയാഴ്ച 115.07 ദശലക്ഷം യൂണിറ്റ് ആണ്. 24-ന് 116.48 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. ഈ മാസം 17-ന് 116.11 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു കേരളം ഉപയോഗിച്ചത്. 18-ന് രേഖപ്പെടുത്തിയ 117.15 ലക്ഷം യൂണിറ്റാണ് സർവകാല റെക്കോർഡ്. ന്യൂസ് ഡെസ്ക് CCN. സാന്ത്വനം ചേർത്തുപിടിക്കലിന്റെ സൗന്ദര്യം എന്ന പ്രമേയത്തിൽ SOS സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം സോൺ സമ്മേളനവും മെഗാ പ്രോജക്ട് സമർപ്പണവും മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി കാന്തപുരം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജാഫർ തുറാബ് തങ്ങൾ പാണക്കാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ M ദുൽഫുക്കാർ അലി സഖാഫി പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. മർക്കസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന RCFIയുടെ സഹകരണത്തോടെ 15 ലക്ഷം രൂപയുടെ വിവിധ ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് സമ്മേളനത്തിൽ വിതരണം ചെയ്തത്. തോണി, കറവപ്പശു, ഈർച്ചവാൾ മെഷീൻ, തിമിര ശസ്ത്രക്രിയാ സഹായം, വീൽ ചെയർ, വാക്കർ, ഫുഡ് കിറ്റ്, ബ്ലഡ് ഷുഗർ മെഷീൻ, കോഴിയും കൂടും, ബ്ലാങ്കറ്റ്, കണ്ണട, തെങ്ങിൻ തൈ, സ്കൂൾ ബാഗ്, പഠനോപകരണങ്ങൾ തുടങ്ങി 16ഓളം പദ്ധതികളിലായി ജാതിമതഭേദമന്യേ 400ഓളം പേർ സഹായങ്ങൾക്ക് അർഹരായി. കൂടാതെ ഡയാലിസിസ് രോഗികൾക്കുള്ള സാമ്പത്തിക സഹായം, അശരണരായ രോഗികൾക്കുള്ള മെഡിക്കൽ കാർഡ് എന്നിവയുടെ വിതരണവും ചടങ്ങിൽ വച്ച് നിർവഹിച്ചു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സാന്ത്വനം വളണ്ടിയർമാരുടെ സമർപ്പണവും ഇതോടൊപ്പം നടന്നു. CCN മലപ്പുറം. ക്ഷേത്രത്തിലെ വെള്ളി നിലവിളക്ക് മോഷ്ടിച്ച സംഭവത്തിൽ ശാന്തിക്കാരൻ അറസ്റ്റിൽ. നിലമ്പൂർ ചുങ്കത്തറ അണ്ടിക്കുന്ന് സ്വദേശി ആത്തൂർ വീട്ടിൽ അതുൽ കൃഷ്ണനാണ് അറസ്റ്റിലായത്. ചാലിയാർ പഞ്ചായത്തിലെ പണപ്പൊയിൽ കൊമ്പൻകല്ല് മഹാദേവ ക്ഷേത്രത്തിലാണ് മാർച്ച് 29-ന് 1 ലക്ഷം രൂപയിലധികം വില മതിക്കുന്ന 450 ഗ്രാം തൂക്കം വരുന്ന നിലവിളക്ക് മോഷ്ടിച്ചത്. ക്ഷേത്ര ഭരണസമിതി നൽകിയ പരാതിയിൽ നിലമ്പൂർ പോലീസ് കേസെടുത്തിരുന്നു. പ്രതിഷ്ഠാദിനം കഴിഞ്ഞ് നട തുറന്ന ദിവസം അവധിയെടുത്ത സ്ഥിരം ശാന്തിക്കാരനു പകരമായി അതുൽ കൃഷ്ണയാണ് പൂജയ്ക്കെത്തിയത്. മോഷ്ടിച്ച നിലവിളക്ക് കോഴിക്കോട് പാളയത്തെ ജ്വല്ലറിയിൽ 1 ലക്ഷം രൂപയ്ക്ക് വിറ്റതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ദിവസങ്ങൾക്ക് മുൻപ് അകമ്പാടം പോക്കോടുള്ള കിരാതമൂർത്തി ക്ഷേത്രത്തിൽ പൂജയ്ക്കെത്തിയപ്പോൾ വിഗ്രഹത്തിലെ സ്വർണ്ണപ്പൊട്ട് മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ഭരണസമിതി ഇയാളെ പിടികൂടിയിരുന്നു. ഈ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊമ്പൻകല്ല് ക്ഷേത്രത്തിലെ വെള്ളി നിലവിളക്ക് മോഷണത്തിനും തുമ്പായത്. CCN മലപ്പുറം. പാലക്കാട് ജില്ലയിൽ പാലക്കാട് മലമ്പുഴ മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷയുമായി BJP. പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള നിയോജക മണ്ഡലം അവലോകന യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശന്റെ നേതൃത്വത്തിൽ നടന്നു. ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രവർത്തനം, കോർ ടീം യോഗം, സാമൂഹിക മാധ്യമ ഇടപെടൽ, ബൂത്ത് പ്രവർത്തനം, സമ്പർക്കം, കുടുംബയോഗം, മഹിളാ യുവജന സമ്പർക്കം, പോസ്റ്റൽ വോട്ട്, മണ്ഡലത്തിൽ നടന്ന രാഷ്ട്രീയ പരിപാടികൾ തുടങ്ങിയ സംബന്ധിച്ച ചോദ്യങ്ങളിലൂടെയായിരുന്നു അവലോകനം. പാർട്ടി തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അവലോകനം. UDF, LDF മുന്നണികളുടെ പ്രവർത്തനവും മണ്ഡലം തിരിച്ചു വിലയിരുത്തി. പാലക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിൽ പാർട്ടി ഉറച്ച വിജയ പ്രതീക്ഷയിലാണ്. ഇതര മണ്ഡലങ്ങളിൽ പാർട്ടി നിശ്ചയിച്ച രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടന്നെന്നും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. നെന്മാറയിൽ സഖ്യകക്ഷിയായ BDJS ആണ് മത്സരിച്ചത്. CCN പാലക്കാട്. പെരിന്തൽമണ്ണ എരവിമംഗലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പൊലിക നാട്ടറിവ് പഠന കേന്ദ്രം പുരസ്കാരങ്ങൾ നൽകുന്നു. ഫോക്ലോർ മേഖലയിലെ മികച്ച കൃതിക്കും കോളേജ് വിദ്യാർത്ഥികൾ തയ്യാറാക്കുന്ന മികച്ച ലേഖനത്തിനുമാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. പാരമ്പര്യമായി കൈവന്ന നാട്ടറിവുകളെ വരും തലമുറയ്ക്കായി കരുതി വയ്ക്കാനും രേഖപ്പെടുത്താനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് കേന്ദ്രം പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഡയറക്ടർ ഡോക്ടർ ബാബു മുണ്ടക്കാട് അറിയിച്ചു.
മികച്ച കൃതിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് 10,000 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. 2025 പുറത്തിറങ്ങിയ ശ്രദ്ധേയമായ പുസ്തകങ്ങളെയാണ് ഈ വിഭാഗത്തിലേക്ക് പരിഗണിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ലേഖന മത്സരത്തിലെ വിജയിക്ക് 3,000 രൂപയും പ്രശസ്തി പത്രവും ലഭിക്കും. താൽപര്യമുള്ളവർ കൃതികളുടെയോ ലേഖനങ്ങളുടെയോ 2 കോപ്പികൾ വീതം ഓഗസ്റ്റ് 15-നകം അപേക്ഷിക്കണം. പല പ്രവർത്തനങ്ങളും ഫോക്ലോറിൻ്റെ കാര്യങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ M.V. വിഷ്ണു നമ്പൂതിരിയുടെ സ്മരണയ്ക്കായിരുന്നു. പുലിക എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേരിട്ടിരിക്കുന്നത്. പുലിക എന്ന് പറഞ്ഞാൽ വർദ്ധിക്കുക എന്നാണ് നാട്ടു ഭാഷയിലൊക്കെ പറയുക. പുലിക എന്ന പേരിൽ ഒരു അവാർഡ് കൊടുക്കണമെന്ന് നിശ്ചയിച്ചു. 2025 ഏറ്റവും മികച്ച ഫോക്ലോർ പഠന ഗ്രന്ഥത്തിനാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. അതോടൊപ്പം ഈ ഫോക്ലോർ രംഗം ഇന്ന് വളരെയേറെ വലിയ വിശാലമായ പഠന മേഖലയാണെങ്കിലും പുതിയ ആളുകൾ അധികം താല്പര്യത്തോടെയൊന്നും വരുന്നില്ല. അപ്പോൾ പല കോളേജുകളിലും ഈ വിഷയം പഠിപ്പിക്കുന്നുണ്ട്. അതിലെ പഠിതാക്കൾക്ക് വേണ്ടി അവർക്ക് മികച്ച ഒരു പ്രബന്ധ രചനയ്ക്ക് അവർക്കും ഒരു അവാർഡ് കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഗ്രന്ഥരചനയ്ക്ക് 10,000 രൂപയും പ്രശസ്തി പത്രവുമാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രബന്ധരചനയ്ക്ക് വിദ്യാർത്ഥികൾക്കായുള്ള പ്രബന്ധരചനയ്ക്ക് 3,000 രൂപയും പ്രശസ്തി പത്രവും സമ്മാനിക്കും. എരവിമംഗലം AMUP സ്കൂളിൽ നിന്ന് വിരമിച്ച ശേഷം നാടോടി വിജ്ഞാനീയ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഡോക്ടർ ബാബു മുണ്ടക്കാട്, ഭാര്യ വിജയകുമാരി എന്നിവരുടെ നേതൃത്വത്തിൽ 2017 പൊലിക നാട്ടറിവ് പഠന കേന്ദ്രം സ്ഥാപിതമായത്. പരമ്പരാഗത അറിവുകൾ, വിശ്വാസങ്ങൾ, കലകൾ, പാട്ടുകൾ, കഥകൾ എന്നിവ പഠനവിധേയമാക്കുന്നതിനൊപ്പം വിവിധ ഫോക്ലോർ കലകളുടെ അവതരണവും വിശകലനവും ഈ കേന്ദ്രത്തിൽ നടന്നുവരുന്നുണ്ട്. CCN പെരിന്തൽമണ്ണ. പട്ടാമ്പി ശങ്കരമംഗലത്ത് വയോധികനെ വീട്ടുവളപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇദ്ദേഹത്തിന് സൂര്യതാപമേറ്റതായും സംശയിക്കുന്നുണ്ട്. ശങ്കരമംഗലം തോട്ടുങ്ങൽ സിറ്റി പുലാമന്തോൾ വളപ്പിൽ വീട്ടിൽ ബഷീറാണ് മരിച്ചത്. ഇദ്ദേഹം ഒറ്റക്കാണ് വീട്ടിൽ താമസം. ഉച്ചയ്ക്ക് 2 മണിയോടെ സമീപവാസികളാണ് ബഷീർ വീട്ടുവളപ്പിൽ കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ പട്ടാമ്പി താലൂക്ക് ആശുപത്രി എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഇദ്ദേഹത്തിന് സൂര്യതാപമേറ്റതായും സംശയിക്കുന്നുണ്ട്. എന്നാൽ ആശുപത്രി അധികൃതർ ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷമേ മരണകാരണം വ്യക്തമാവൂ. CCN പട്ടാമ്പി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ജില്ലയിൽ പാലക്കാട് മലമ്പുഴ മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷയുമായി BJP. പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള നിയോജക മണ്ഡലം അവലോകന യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശന്റെ നേതൃത്വത്തിൽ നടന്നു. പുലുക്കല്ലൂരിൽ ട്രെയിൻ തട്ടി അധ്യാപിക മരിച്ചു. നെല്ലായ സ്വദേശിനി പുത്തൻവീട്ടിൽ ഉഷയാണ് മരിച്ചത്. മകൾ പ്രാർത്ഥന പരിക്കുകളോടെ ചികിത്സയിലാണ്. ക്ഷേത്രത്തിലെ വെള്ളി നിലവിളക്ക് മോഷ്ടിച്ച സംഭവത്തിൽ ശാന്തിക്കാരൻ അറസ്റ്റിൽ. നിലമ്പൂർ ചുങ്കത്തറ അണ്ടിക്കുന്ന് സ്വദേശി ആത്തൂർ വീട്ടിൽ അതുൽ കൃഷ്ണനാണ് അറസ്റ്റിലായത്. അങ്ങാടിപ്പുറം കീഴാറ്റൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന കൊടിയൽക്കുന്നിൽ ജനവാസ മേഖലയിൽ കോരി തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ സമരത്തിലേക്ക്. നിയമപോരാട്ടങ്ങൾക്കും നിവേദനങ്ങൾക്കും ഫലമില്ലാതെ വന്നതോടെയാണ് സമരത്തിനിറങ്ങുന്നതെന്ന് സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.